മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ യാത്രയും അതേപോലെ നവാഹം ആചാര്യനെയും ഈ സമയത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്ര സന്നിധിയിലേക്ക് പോവുകയാണ്. ഈ യാത്രയ്ക്ക് വയനാട്ടിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആചാര്യനെ ഈ സമയത്ത് സ്വീകരിക്കുകയാണ്. ആചാര്യൻ ശ്രീ വിജയവ്യാസൻ പറയുകയാണ്.
സന്നിഹിതരായിരിക്കുന്ന വനക്കാവലമ്മയുടെ ഭക്തജനങ്ങളെ നാം ഈ വർഷം നവാഹം നടത്താനുള്ള ആഗ്രഹത്തോടുകൂടി ഈ യജ്ഞമണ്ഡപത്തിൽ ദീപം തെളിയിച്ചുകൊണ്ട് നവാഹയജ്ഞത്തിന് തുടക്കം കുറിക്കുകയാണ്. ദീപം തെളിയിക്കുന്നതിന് വേണ്ടി ക്ഷേത്രം മേൽശാന്തി ശ്രീ പ്രവീൺകുമാറിന്റെ സഹോദരൻ ശ്രീ അരുൺ ശാന്തി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നല്ല ഉച്ചത്തിൽ ജപിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കൂടെ സൂചിപ്പിക്കുന്നുണ്ടാവും. അമ്മേ നാരായണ ദേവി നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ 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 ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ. എല്ലാവരും വേദിയിൽ മുമ്പിലെത്തിക്കുന്ന കസേരകളിൽ എല്ലാവരും ഉപഭോക്താവാണെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സങ്കേതമായി മാറിക്കഴിഞ്ഞു. നാം പൂർവ്വകാലത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ മഹിമയും ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും. ഇന്ന് ധാരാളം ക്ഷേത്രങ്ങളിൽ പൊങ്കാല നടന്നു വരുന്നു. നാം നമ്മുടെ ഈ വനക്കാവ് ക്ഷേത്രത്തിന്റെ പൂർവ്വകാല ചരിത്രം ഒന്ന് കടന്നു ചിന്തിക്കുന്ന സമയത്ത് എത്രയോ പതിറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം നമുക്ക് അതിൽ കൂടി കാണാൻ സാധിക്കും. പുഴ നീന്തിക്കിടന്നും
പുഴയിൽ കൂടി നടന്ന് സഞ്ചരിച്ചും വിറകും പാത്രങ്ങളും നിവേദ്യത്തിനുള്ള സാമഗ്രികളുമായി ആ ഉത്സവ കാലഘട്ടത്തിൽ ഭക്തജനങ്ങൾ ധാരാളം വന്നു ചേർന്നിരുന്നതും ശ്രീ പി കെ വ്യാസൻ അമരകര. വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 40ഓളം വർഷത്തെ പരിചയവും അടുപ്പവും ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ വ്യാസൻ അമരകര. അദ്ദേഹം നടത്തിയിട്ടുള്ള യജ്ഞങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. കണ്ണകി യജ്ഞം, ഗന്ധർവ യജ്ഞം, വിശ്വബ്രഹ്മ മഹായജ്ഞം, ശ്രീനാരായണ ഗുരുദേവ യജ്ഞം, പഞ്ചമാണ്ഡവീയം മഹായജ്ഞം തുടങ്ങിയ അനവധി സത്രങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതേപോലെ അയ്യപ്പ സത്രങ്ങൾ, രാമായണ യജ്ഞങ്ങൾ, നവാഹങ്ങൾ, സപ്താഹങ്ങൾ, ശിവപുരാണ യജ്ഞങ്ങൾ എന്നിവ വളരെ വളരെ പ്രശസ്തമായ രീതിയിൽ അദ്ദേഹം നടത്തി. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാനങ്ങൾ രചിക്കുന്ന ഗാനരചയിതാവ്, കവി, എഴുത്തുകാരൻ, പ്രഭാഷക പരിശീലകൻ തുടങ്ങി ഏതാണ്ട് എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനും പ്രാഗൽഭ്യമുള്ള വ്യക്തിയുമായിട്ടുള്ള ശ്രീ വ്യാസൻ. അദ്ദേഹം ഈ വർഷത്തെ നവാഹയജ്ഞം നമുക്കിവിടെ നടത്തിത്തരുന്നതിന് എത്തിച്ചേർന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമാണ്. വളരെ ശാന്ത സ്വഭാവിയും വളരെയധികം കാര്യങ്ങളും മനസ്സിൽ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. വളരെ വിശാല വീക്ഷണത്തോടുകൂടി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നവാഹയജ്ഞം അദ്ദേഹം മംഗളമാക്കിത്തരും, അത് പൂർത്തിയാക്കിത്തരും. ദേവിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭ്യമാകും. അതിനു വേണ്ടിയിട്ട് ശ്രീ പി കെ വ്യാസൻ എല്ലാവിധ മംഗളങ്ങളും നമ്മുടെ അമ്മ വനിതാവിന് നൽകട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പേരിൽ അഭ്യർത്ഥിക്കുകയാണ്, പറയുകയാണ്, ആഗ്രഹിക്കുകയാണ്. ശ്രീ പി കെ വ്യാസനെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും മൈനക്കാവിൽ അമ്മയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്ന് കാണുകയായിരുന്നു ഒരു നിമിഷം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് ധ്യേന തെക്കേന വിജീത മാതൃഥ കസ്യസിദ്ധ. നിങ്ങളിരിക്കുന്ന കസേരയും ഞാനിരിക്കുന്ന പീഠവും നമ്മൾ നടക്കുന്ന വഴിയും മണ്ണും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും എല്ലാം ഭഗവാന്റേതാണ്. നമുക്ക് കുറച്ചു നാളത്തേക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഒരു രഥമായിട്ട് നമ്മുടെ കൂടെ കൂടിയിരിക്കുന്ന ശരീരം എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം. നമ്മളെ വഹിച്ചുകൊണ്ടുള്ള ഈ രഥം സാമ്പത്തിക അടിസ്ഥാനത്തിൽ പല രഥത്തിനും പെയിന്റൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ചില രഥത്തിന് നല്ല വസ്ത്രങ്ങളാണ്, സമ്പത്തനുസരിച്ച് നല്ല ആഭരണങ്ങളൊക്കെ ഉണ്ട് ഈ രഥത്തിന്. ഈ രഥം ചിലതൊക്കെ ഡൈ ചെയ്തതാണ്, ചിലതൊക്കെ ഇനി ഭാവിയിൽ ഡൈ ചെയ്യാനുള്ളതാണ്. എന്തായാലും ഈ രഥമൊക്കെ ഇപ്പോ ഈ യജ്ഞശാലയിലെ കസേരയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്, ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. ഈ രഥവുമായി നമ്മൾ ഇനി എത്ര കാലം ഈ രഥത്തിൽ യാത്ര ചെയ്യും എന്ന് എനിക്കറിയില്ല. ശരീരം രഥമേവച എന്നാണ്. ശരീരം എന്നാൽ രഥം. നമ്മൾ ഇപ്പോൾ പായുന്നതൊന്നും നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ രഥത്തിന് വേണ്ടിയിട്ടാണ്. ആ രഥത്തിന്റെ 10 കരലുകളിൽ ക്യൂടെക്സ് ഇടാനും, ആ രഥത്തിന്റെ മുഖത്ത് ഫേഷ്യൽ ചെയ്യാനും, ആ രഥത്തിന്റെ പൂരികങ്ങൾ പ്രതി ചെയ്യാനും, മുടി സ്ട്രൈറ്റ് ചെയ്യാനും, ഈ രഥത്തിന്റെ മുടി സ്പ്രിങ് ചെയ്യാനും, മുടി പോലെ തന്നെ നഖങ്ങളെല്ലാം എല്ലാം ഈ രഥത്തിന്. ചിലതൊക്കെ രഥത്തിൽ രത്നങ്ങൾ പതിച്ചതാണ്, ചിലത് ഈ രഥത്തിന്റെ മുമ്പിൽ കറുത്ത കൊണ്ട് തൊട്ടിട്ടുണ്ട്, ചിലത് ഒട്ടിക്കുന്ന കൊണ്ട് തൊട്ടിട്ടുണ്ട്, ചിലത് ചന്ദനം തൊട്ടിട്ടുണ്ട്, ചിലത് സിന്ദൂരം തൊട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ രഥത്തിനാണ്. ഈ രഥം എന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നു,
എന്ന് ചെളിയിൽ താഴുന്നു, എന്ന് ചക്രങ്ങൾ ഊരിപ്പോകുന്നു എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. ഈ രഥം മാത്രമേ നിർമ്മിച്ചതുള്ളൂ. ഈ കസേരകളിൽ ഇരിക്കുന്ന ശരീരമാകുന്ന രഥം മാത്രമേ നിർമ്മിച്ചതുള്ളൂ. നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അതൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് ആ മെറ്റീരിയൽസ് നിക്ഷേപിച്ചു. നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും ആ മെറ്റീരിയൽസ് കൊണ്ട് ഈ രഥം രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിരിക്കും ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും. നമ്മുടെ വീട്ടിലും മൺചട്ടിയുണ്ട്, ചീനച്ചട്ടിയുണ്ട്, അലൂമിനിയം ഉണ്ട്, ഇരുമ്പ് ചീനച്ചട്ടിയുണ്ട്, ചട്ടുകമുണ്ട്, അത് തന്നെ പലതരത്തിലുള്ളതുണ്ട്. ഇതിന്റെ എല്ലാം മെറ്റീരിയൽ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതൊക്കെ ഒരേപോലെയൊക്കെ കണ്ടാൽ തോന്നുമെങ്കിലും ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വേറെയാണ്. അതിനെ മോസ്റ്റ് മോഡേൺ സയൻസ് ക്രോമസോം എന്ന് പറയും എന്ന് മാത്രം. 46 ക്രോമസോമുകളിൽ പകുതി അച്ഛനും പകുതി അമ്മയും എടുത്തുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഈ രഥം 120 വർഷത്തേക്ക് ഉപയോഗിച്ചോളാൻ പറഞ്ഞാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് കയറിയിരിക്കുന്നത്. കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ദോഷം കൊണ്ട്, ശ്രദ്ധയില്ലായ്മ കൊണ്ടൊക്കെ ഈ രഥത്തിന് കേടുവരാറുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരുടെ ഒക്കെ പ്രാർത്ഥന എന്താണ്? എൻ്റെ കൈയുടെ അസുഖം മാറ്റി തരണേ എന്നാണ്. എൻ്റെ കാലിന്റെ അസുഖം മാറ്റി തരണേ, നടുവിന്റെ അസുഖം മാറ്റി തരണേ, എൻ്റെ ഗർഭപാത്രത്തിന്റെ അസുഖം മാറ്റി തരണേ, എന്റെ ഹാർട്ടിന്റെ അസുഖം മാറ്റി തരണേ, എന്റെ തലച്ചോറിന്റെ അസുഖം മാറ്റി തരണേ. എന്റെ എന്ന് പറയുമ്പോൾ ഈ ഞാൻ ആരാ? ഈ അന്വേഷണമാണ് നമ്മുടെ ഈ 9 ദിവസം നടക്കാൻ. ഈ 9 ദിവസമല്ല, ഇനി 9 വർഷം. എനിക്ക് വളരെ പ്രിയങ്കരനും എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന ആളാണ് ഇവിടെ നവാനം തുടങ്ങിയത്, വൈദ്യശ്ശേരി സാറിന്റെ ശബ്ദം മാത്രം മതിയായിരുന്നു. അത്ര ഗംഭീരമായ ശബ്ദത്തിനുടമയാണ്. അത്ര അറിവിന്റെ ഒരു ശ്രീലകമായിരുന്നു സാർ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ അങ്ങനെയാണ്. അവിടെയാണ് പ്രശസ്തനായ വാസ്തുശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നത്, രാഘവൻ ആചാര്യൻ. അവരുടെ മക്കളും ഒക്കെ ഇപ്പോൾ ഉണ്ട്. ജയചന്ദ്രൻ അടക്കമുള്ള ആൾക്കാരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ആ ഫാമിലി. എന്തെങ്കിലും അതാണ്ട് അദ്ദേഹത്തിന്റെയും പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നതോടൊപ്പം എന്നെ ഈ ഭൂമിയിലേക്ക് ഈ രഥവും നിർമ്മിച്ച് പറഞ്ഞുവിട്ട എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഒപ്പം എന്നെ ഈ രഥത്തിൽ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഭഗവാനോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ദിവസം ഞാൻ ആദ്യം പറഞ്ഞ വിഷയം അവിടെ ഇരിക്കേണ്ട. അത് 9 ദിവസം കൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ട് ഈ രഥത്തെയാണ് നമ്മൾ കുളിപ്പിക്കുന്നത്? നമ്മളെ കുളിപ്പിക്കുന്നു, നമ്മൾ രഥത്തെ കുളിപ്പിക്കുന്നു, നമ്മൾ രഥത്തെ കുളിപ്പിടിക്കുന്നു, നമ്മൾ ഈ രഥത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണ്? നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ശോഷയതി മാരുതഃ. എന്നെ വെള്ളത്തിൽ കലക്കാനോ അഗ്നിയിൽ ദഹിപ്പിക്കുവാനോ ആയുധം കൊണ്ട് മുറിക്കുവാനോ സാധിക്കാത്തതാണ് ഞാൻ. അപ്പോഴും തൊട്ടത് എവിടെയാണ്? ഞാൻ എന്ന് പറഞ്ഞാണ്. ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് മൂക്കൻ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് അരയിൽ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് പായുവിൽ ഉപസ്ഥത്തിൽ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് എന്റെ മുട്ടിൽ തൊട്ടില്ല, എന്റെ പാദത്തിൽ തൊട്ടില്ല. അവിടെയൊക്കെ അല്ല ഞാൻ. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയും, വർത്തമാനം പറയുമ്പോൾ ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ എന്ന് പറയും. ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ. ഈ ഞാനിന് വെള്ളവും വേണ്ട, ഭക്ഷണവും വേണ്ട, അവിയലും വേണ്ട, സാമ്പാറും വേണ്ട, മുരിങ്ങയ്ക്കയും വേണ്ട, പപ്പടവും വേണ്ട, ഒരു സാധനവും വേണ്ട. വേണ്ടത് രഥത്തിന്. രഥത്തിന്റെ ചക്രത്തിൽ എണ്ണയിടണം, രഥത്തിന് വലിക്കുവാനുള്ള കുതിരയെ കെട്ടണം, കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ഈ കുതിര വലിച്ചു കൊണ്ടുപോയിക്കോളും. ആ കുതിര 5 കുതിരയെ കെട്ടിയിട്ടുള്ള രഥമാണ് ഈ കാണുന്നത്. ഈ രഥങ്ങളിലെല്ലാം 5 കുതിരയെ കെട്ടിയിട്ടുണ്ട്. ആ 5 കുതിരയെ സഹായിക്കാൻ 5 കുതിര കൂടി. അതുകൊണ്ടാണ് 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം. അങ്ങനെ 10 കുതിരകളെ കെട്ടിയിട്ടുള്ള രഥമാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. ഇത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇനി സാധാരണ ഭാഷയിലേക്ക് വരികയാണ്. രഥം നമ്മൾ ഓടിക്കൊണ്ടിരിക്കാൻ ഓർത്തോളൂ. ഇന്ന് ഓട്ടം തന്നു. ഇനി അടുത്ത കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാഹാത്മ്യം പറയാൻ വന്നത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ മാഹാത്മ്യം പറയണം. എന്നിട്ട് വേണ്ടത് നമ്മൾ പങ്കെടുക്കാൻ. എന്തിനാ വന്നേ? വീട്ടിലിരുന്ന് വായിച്ചാൽ പോരെ?
എന്തിനായി ക്ഷേത്രത്തിലേക്ക് തന്നെ വന്നത്? വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പൊ താഴെ സിനിമ നടക്കുന്നു, സിനിമയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ഹോട്ടൽ മുറി എടുത്തിട്ട് അവരുടെ വീടൊക്കെ വിട്ട് ഹോട്ടലിൽ ഇരുന്നാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അവിടെ ഇരുന്നില്ല. വാൽമീകി ഗ്രന്ഥം എഴുതിയത് ഹോട്ടലിൽ മുറി എടുത്തിട്ടല്ല, കാട്ടിലിരുന്നില്ല. എഴുത്തച്ഛൻ ഹോട്ടലിൽ മുറി എടുത്തിട്ടല്ല എഴുതിയത്, ഒരു ഗ്രാമത്തിൽ ഇരുന്നിട്ടാണ് എഴുതിയത്. ONV കുറുപ്പ് കവിതകൾ പലതും എഴുതിയത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങളൊക്കെ രചിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മ്യൂസിക് ഡയറക്ടറും മറ്റാൾക്കാരും ഉണ്ടാവുന്നതുകൊണ്ട് അവിടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇവിടെയോ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് ക്ഷേത്രത്തിലാണ്. അപ്പൊ ഇന്ന് ആ ഒരു വിഷയം നമുക്കൊന്ന് പറയാം. ഫോണ് ഇവിടെ ഇരിക്കുന്ന 90% ആൾക്കാർക്ക് ഈ ഫോൺ കാണും. വിഷയത്തിലേക്കാണ് വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ ഇനിയുള്ള കാര്യം മനസ്സിലാവും. അപ്പോ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ പറയും റേഞ്ച് ഇല്ലെന്ന് പറയും. ഈ റേഞ്ച് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? റേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഏത് ഫോണിന്റെ സിമ്മാണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ സിം കണക്ട് ചെയ്തിരിക്കുന്ന ടവർ അതിൻ്റെ അടുത്തുണ്ടാവും. അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി അത്ര അതിർത്തിയിൽ ഉണ്ടാകും ആ ടവർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണക്ഷൻ കിട്ടും. ഇനി ചിലത് ടവർ ഉണ്ട്, പക്ഷേ അതിന്റെ പ്രവർത്തനത്തിന് തകരാറ് പറ്റുമ്പോൾ ആ ടവർ എത്ര മനോഹരമാണെങ്കിലും ആ ടവറിൽ നിന്ന് നമുക്ക് കിട്ടാതെ വരും, റേഞ്ച് പോകും. ഇത് മോസ്റ്റ് മോഡേൺ സയൻസ് ആണെങ്കിൽ ഭാരതത്തിൽ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഋഷീശ്വരന്മാര് പണ്ടേ ഈ ടവറുകൾ ഉണ്ടാക്കി. അങ്ങ് കാശ്മീർ മുതല് അങ്ങ് കന്യാകുമാരി മുതൽ വരെ, കച്ച് മുതൽ കാമരൂപം വരെയും ലക്ഷക്കണക്കിന് ടവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് ഇപ്പോഴല്ല, BSNLന്റെയും ജിയോയുടെയും എയർടെലിന്റെയും ടവർ അല്ല. ആ ടവറുകൾ ഉള്ളതിന്റെ സമീപത്ത് നമ്മൾ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഈ ഉപകരണത്തിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഓരോ വ്യക്തിയിലും ആ ടവറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അത് മനസ്സിലാവാത്തവർക്ക് വിശദീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു വലിയ ടവർ ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ മലയിലൊക്കെ വെച്ചിട്ടുണ്ട് ടവറുകൾ. ചിലത് പൊക്കം കൂടിയ ടവർ, ചിലത് കുറഞ്ഞ ടവർ. ടൗണിലാണെങ്കിൽ വലിയ പൊക്കമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ ടവർ. ആ ടവറിന്റെ പൊക്ക വ്യത്യാസം, വലിപ്പ വ്യത്യാസമാണ്. അതുപോലെ അതിലെ വലിയ ടവർ ഒരെണ്ണം മനസ്സിൽ കാണുക. ആ വലിയ ടവറാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ഉണ്ടാക്കി വെച്ച ടവറുകളിൽ വലിയ ടവറുകളാണ് തിരുപ്പതി, മൂകാംബിക, ഗുരുവായൂർ, ശബരിമല, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. ഇനി എല്ലാം ഞാൻ പറയുന്നില്ല, അതൊക്കെ വലിയ ടവർ. ആ ടവറിൽ നിന്ന് എത്രയോ ദൂരേക്കാണ്, വളരെ ദൂരേക്ക് അതിന്റെ വിഗ്രഹം മുതൽ അതിന്റെ ഏരിയ ചുറ്റുമതിലും കടന്ന് വ്യാപിച്ചു കിടക്കുന്ന മന്ത്രസ്പന്ദനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥൂല സൂക്ഷ്മ ശരീര സമുച്ചയത്തിലാണ് തട്ടകം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ രാജു ചേട്ടൻ ഇപ്പോ ഒരു കാര്യം പറഞ്ഞത് എന്റെ മനസ്സിൽ തട്ടി. ഇവിടെ ഈ പാലവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഈ പുഴയിലൂടെ പാത്രങ്ങൾ കൊണ്ടുവന്ന്, നിവേദ്യത്തിന്റെ സാധനങ്ങൾ കൊണ്ടുവന്ന്, നിവേദ്യത്തിന്റെ പാത്രങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പൂജകളും നിവേദ്യവും നടത്തിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കാരണവന്മാര് ഈ ടവറ് ഇവിടെ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു എന്ന് നമ്മുടെ കാരണവന്മാർ കണ്ടുപിടിച്ചു. ആ ടവറിനെ സംരക്ഷിക്കാനാണ് അന്ന് വന്നത്. സംരക്ഷിച്ച് അന്ന് 15 പേരോ 20 പേരോ വെച്ച് തുടങ്ങിയ നവാഹം, ആ നവാഹം തീർന്ന സമയമായപ്പോഴേക്കും അനവധി ജനങ്ങൾ ഒഴുകിയെത്തി. പിന്നീട് വരുന്ന ഓരോ യജ്ഞങ്ങളും ഉത്സവങ്ങളും എല്ലാം ജനങ്ങളെ ഈ ടവർ ആകർഷിച്ചു. അത്രയും പേരും കണക്ഷൻ എടുത്തു എന്നർത്ഥം. ഈ ടവർ, ഈ കമ്പനിയിൽ നിന്ന് കണക്ഷൻ എടുത്തതിൽ പല ആൾക്കാർക്കും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? അവരുടെ ഔദ്യോഗിക തലത്തിലുള്ള യാത്രകളാണ്. ഓരോ ആൾക്കാരും ഇവിടെ നിന്ന് അല്ല ഇങ്ങോട്ട് വരാത്തത്, ഇവിടെ നിന്ന് വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ
അതിന്റെ അർത്ഥം അത് വളരെ തിരക്ക് പിടിച്ചിട്ടാണ്, കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല. ഇവിടെ കണക്ഷൻ എടുത്തിട്ടും അതിന് മാസവരി അടിക്കാത്തവർ, ഇവിടുന്ന് കണക്ഷൻ എടുത്തിട്ട് ഗുരുവായൂരിൽ നിന്ന് കണക്ഷൻ എടുത്തവരായി ഇരിക്കുന്നവരൊക്കെ, പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ മാസവരി അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴുള്ള അടയ്ക്കാറുണ്ട്. കണക്ഷൻ ഇല്ലാണ്ടിരിക്കുക. ഇനി അത് ഒന്ന് പുതുക്കണം. അതിനെന്താ വേണ്ടേ? മൂകാംബികേ ശരണം.